ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ചിക്കൻ ചില്ലി. ഏതാ അപ്പം തിന്നുക? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നോക്കാം, ആലോചിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. അപ്പോൾ എല്ലാവർക്കും നമസ്കാരം. ഇവിടെ സുധാ മഴമേഘം രാവിലെ എണിച്ചിട്ട് കാര്യമായിട്ട് എന്തോ ഒരു പരിപാടിയിലാണ്. എന്താണമ്മ? ചിക്കനൊക്കെ കാണുന്നു. അടിപൊളി. എന്തുണ്ടാക്കാൻ പോവാണ്? ചിക്കൻ കറി. അപ്പോഴേ മറ്റേ എനിക്ക് കുറച്ച് ചിക്കൻ മാറ്റി വെക്കാന്ന് പറയണ്ടായിരുന്നു. ചിക്കൻ ചില്ലി ഉണ്ടാക്കാൻ മാറ്റി വെച്ചിട്ടുണ്ടോ? എവിടെയാണത്? ഇതാണോ? ഇതല്ലേ? ആണോ? അടിപൊളി. അത് കലക്കി. ഓ, അപ്പൊ അത്യാവശ്യം എല്ലാം സെറ്റ് ചെയ്തിട്ടുണ്ടല്ലേ? ഇത് നീ ചെയ്യോ? ചിക്കൻ ചില്ലിയാ? ഓക്കെ, ഞാൻ കറിയും ഉണ്ടാക്കാം. ഓക്കെ. അപ്പോൾ അമ്മന്റെ വക ചിക്കൻ കറിയും എൻ്റെ വക ചിക്കൻ ചില്ലിയും. അച്ഛനാണല്ലോ ഒന്ന് ചിക്കൻ വാങ്ങിച്ചിട്ട് വന്ന്. ഇന്ന് എത്രയാണ് ചിക്കന്? ഇറച്ചിക്ക് വന്ന് 1 കിലോ 202 രൂപ. അതാണ് ഫ്രണ്ട്സ്, ഞാൻ ഉറങ്ങി എണിക്കുമ്പോഴേക്കും അച്ഛൻ ചിക്കൻ വാങ്ങിച്ചിട്ട് വന്നിരിക്കണു. അമ്മ അവിടെ ചിക്കൻ കറിന്റെ പരിപാടി തുടങ്ങിയിരിക്കണം. ശരി, അപ്പൊ അച്ഛൻ ഇപ്പൊ എവിടെ? വെളിയിൽ പോവാണ്. അപ്പൊ പോയിട്ട് വരുമ്പോഴേക്കും ചിക്കൻ ചില്ലി സെറ്റാക്കി വെക്കാം. താങ്ക് യു. ഒരു 1/4 കിലോ ചിക്കൻ മാറ്റി വെച്ചിട്ടുണ്ട്. ബോൺലെസ് ആണ് തോന്നുന്നു അല്ലേ അമ്മ? ഓക്കെ, എല്ലൊന്നും അധികം ഇല്ലാതെ നല്ല പീസാണ് മാറ്റി വെച്ചിരിക്കുന്നത്. കണ്ടില്ലേ, ഇവിടെ കുറച്ച് തൈര് മാറ്റി വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഇഞ്ചിയും വെളുത്തുള്ളി ഒന്ന് ചതച്ചിട്ടുണ്ട്. പിന്നെ 3-4 പച്ചമുളക് കീറി വെച്ചിട്ടുണ്ട്. അപ്പോൾ പ്രധാനമായും നമുക്ക് കുറച്ച് മഞ്ഞൾപ്പൊടി വേണം, മുളക് പൊടി, കുരുമുളക് പൊടി, ജീരകപ്പൊടിയൊക്കെ സാധാരണ എല്ലാവരും ഇടുന്നുണ്ട്, പക്ഷെ നമുക്ക് വേണ്ട. ആദ്യം നമുക്ക് കുറച്ച് തൈര് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. ചിലവർ കോൺഫ്ലോർ ഒക്കെ ഇട്ടിട്ട് ഇതിൻ്റെ മസാല മിക്സ് ചെയ്യാറുണ്ട് ഇല്ലേ അമ്മ? അപ്പം നമുക്കതൊന്നും വേണ്ട. തൈര് കുറച്ചിട്ട് കൊടുക്കുക. തൈരിട്ട് എടുത്തു കഴിഞ്ഞാൽ ചിക്കൻ ഒന്നുകൂടെ സോഫ്റ്റ്നെസ് ആകും, ടേസ്റ്റ് ആയിരിക്കും. പിന്നെ ഇതിലേക്ക് ആവശ്യമുള്ള മുളക് പൊടി ഇട്ട് കൊടുക്കാം. ഓക്കെ, നിങ്ങൾക്ക് ഓരോരുത്തർക്ക് ഇഷ്ടമുള്ള സ്പൈസിനനുസരിച്ചിട്ട് മുളക് പൊടി ഇട്ട് കൊടുക്കാം. അത് കഴിഞ്ഞാൽ കുറച്ച് മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ച് വെച്ചത് അത് ഇട്ട് കൊടുക്കാം. ഈ മുളകും അരിഞ്ഞതും ഇതിൻ്റെ കൂടെ ഇട്ട് കൊടുക്കാം. കുറച്ച് ഉപ്പ് ടേസ്റ്റിന്. ഓക്കെ, ഉപ്പ് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കുക. പിന്നെ ഇളക്കി 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 അത് കോട്ട് ചെയ്ത് കൊടുക്കുക ഫുള്ളായിട്ട്. ഇപ്പൊ തന്നെ നല്ല മണം വരാൻ തുടങ്ങിയിട്ടുണ്ട്. ആ കറിയുടെ മണവും ചിക്കൻ ചില്ലിയുടെ മണവും വേണ്ടല്ലേ, പെട്ടെന്ന് കോട്ടാവും. നമുക്ക് കോൺഫ്ലോർ ഒന്നും വേണ്ട, എല്ലാം ഒഴിവാക്കി. കഴിക്കുമ്പോൾ ഇതിൻ്റെ ഒരു നാച്ചുറൽ ടേസ്റ്റ് നമുക്ക് കിട്ടുമല്ലോ മാ. നമ്മളിത് ഫ്രൈ ചെയ്ത് എടുക്കുന്നത് വെളിച്ചെണ്ണയിലാണ് കേട്ടോ. അപ്പോൾ ഇതിൽ ഇട്ടത് എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുളക് പൊടി, മഞ്ഞൾപ്പൊടി, കുരുമുളക് പൊടി, ഉപ്പ്, ഇഞ്ചി വെളുത്തുള്ളിയും ഒന്ന് ചതച്ചത്, പിന്നെ 3-4 പച്ചമുളക് കീറിയിട്ടത്, പിന്നെ കുറച്ച് തൈര്. അപ്പോൾ ഇതൊരു 5 മിനിറ്റ് നമുക്കിങ്ങനെ സെറ്റാക്കാൻ വെക്കാം. സംഗതി വളരെ സിമ്പിളാണ്. ഇത് അമ്മ എനിക്ക് പറഞ്ഞു തന്ന ഒരു റെസിപ്പിയാണ് കേട്ടോ. അടിപൊളി അടിപൊളി. ഓക്കെ, അപ്പോൾ ഇതൊരു 5 മിനിറ്റ് അവിടെ ഇരുന്നോട്ടെ. നമുക്ക് ആദ്യം ഗ്യാസ് ഒന്ന് കത്തിക്കാം, തവയൊന്ന് വെച്ച് കൊടുക്കാം. ആവശ്യമുള്ള വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുക്കാം. നല്ല നാടൻ വെളിച്ചെണ്ണയാണ് കേട്ടോ. നന്നായിട്ടൊന്ന് ചൂടാവട്ടെ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. നമ്മുടെ ചിക്കൻ ഇവിടെ മാരിനേറ്റ് ചെയ്തത് സെറ്റായിട്ടുണ്ട്. ഇവിടെ എണ്ണയും ചൂടായിട്ടുണ്ട്. അപ്പോൾ നമുക്ക് ചിക്കൻ ചില്ലി വറുത്തെടുക്കാം.
തൈരൊക്കെ ഒഴിച്ചപ്പോ അമ്മ ആ ചിക്കൻ നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട്. പിന്നെ നമ്മളിതിൽ കളർ ഇടില്ല, ഒന്നും ഇല്ലാത്തതുകൊണ്ട് സംഗതി പൊളിയാണ്. നമ്മുടെ ചിക്കൻ ചില്ലിക്ക് ഒരു മഞ്ഞ കളറായിരിക്കും കേട്ടോ. ആഹാ, നല്ല മണം. അപ്പൊ ഇതിങ്ങനെ പതുക്കെ ഫ്രൈ ആവട്ടെ അല്ലേ? ഉള്ളിലൊക്കെ ഒന്ന് വേകണല്ലോ, അല്ലെങ്കിൽ മുകളിൽ മാത്രം മൊരിഞ്ഞു കഴിഞ്ഞാൽ അകത്തൊന്നും വന്നിട്ടില്ല. ഇതാവുമ്പോ സ്ലോ ഫയറിൽ നന്നായിട്ടാവട്ടെ. അപ്പൊ നമ്മുടെ ചില്ലി ചിക്കൻ ആദ്യത്തെ ബാച്ച് ഇതാ ഇവിടെ കോഴ്സ് കഴിഞ്ഞ് ഇറങ്ങാറായി. ഫ്രൈ ആയിട്ടുണ്ട് നന്നായിട്ട്, കണ്ടില്ലേ? നല്ല ഗോൾഡൻ ബ്രൗൺ, ഡാർക്ക് ഗോൾഡൻ ബ്രൗൺ കളർ ആയിട്ടുണ്ട്. ഇതിന്റെ സർഫസ് ഒക്കെ നോക്കി നന്നായിട്ട് ഇങ്ങനെ പൊരിയുന്നുണ്ട്. അപ്പോൾ ഇത് നമുക്ക് കോരിയെടുക്കാം. വേണ്ടില്ലേ? സെറ്റാണ്. ഓഹോ, എന്താ മണം. ഇവിടെ ഒരാൾ ചിക്കൻ കറിയുടെ പരിപാടി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, തക്കാളി വറുക്കുന്നുണ്ട്, ഇവിടെ ചിക്കൻ ഉണ്ട്. അതിന് പുറമെ നോക്കിക്കോ, ഇവിടെ അമ്മ മിക്സിയുടെ ജാറിൽ എന്തോ ഒരു അരപ്പ് കൂട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് എന്താണെന്ന് അമ്മയോട് തന്നെ ചോദിക്കാം. എന്താണ് ഇത്? ചിക്കൻ കറിക്കുള്ളതല്ലേ? അതെ, ചിക്കൻ കറിക്ക് ഇത് നമ്മളെല്ലാം വറുത്ത സാധനമാണ്. എന്തൊക്കെയാണ് ഇത്? വെളുത്തുള്ളി, ഇഞ്ചി, ചെറിയ ഉള്ളി, പിന്നെ കുരുമുളക്, ജീരകം, പട്ട, ഗ്രാമ്പു, ഏലക്കായ, ഇതെല്ലാം, മുളക്, മല്ലി, ഇതെല്ലാം എണ്ണയിൽ മൂപ്പിച്ചിട്ട് അരച്ചെടുത്തതാണിത്. അപ്പൊ ഇതിന്റെ ഗ്രേവി നല്ല തിക്കായിട്ട്, നല്ല ഡാർക്ക് ഗ്രേവി, ബീഫ് കറി പോലെയൊക്കെ. അതെ അതെ, ടേസ്റ്റ് ആണ്. കണ്ടില്ലേ? അതാണ് അമ്മയുടെ ചിക്കൻ കറിയുടെ ട്രേഡ് സീക്രട്ട്. അപ്പോൾ ഇന്ന് നമ്മളിവിടെ നല്ല മട്ടേരി ചോറും ഉണ്ട്, അതിന്റെ കൂടെ ചിക്കൻ കറിയും, പിന്നെ നമ്മുടെ ചിക്കൻ ചില്ലി ഫ്രൈയും കൂടി ആകുമ്പോൾ എങ്ങനെയുണ്ടാവും? സംഗതി കുശാലാണ്. അപ്പോൾ ബാക്കിയുള്ള ചിക്കനും കൂടെ നമുക്ക് വറുത്തെടുക്കാം. ഇനിയാണ് ഒരു ഇമ്പോർട്ടന്റ് ടിപ്പ്. 2 കൊത്ത് കറിവേപ്പില തണ്ടോടെ തന്നെ ഇതിലങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് അതിൻ്റെ കൂടെ ഫ്രൈ ചെയ്തെടുക്കുക. അപ്പൊ സംഗതി നല്ല ഫ്ലേവറുള്ള ചിക്കൻ ചില്ലി നമുക്ക് കിട്ടും. അമ്മ വന്ന് മണക്കാൻ തുടങ്ങിയിട്ടുണ്ട്, ഒരു രക്ഷയില്ല. ഇനി മണത്ത് ഇതിന്റെ കൂടെ നിൽക്കുമ്പോ ചിക്കൻ കറി ശ്രദ്ധിക്കാതിരിക്കരുത്. ഓക്കെ, അപ്പൊ ഇത് കുറച്ചുകൂടെ ഫ്രൈ ആവാനുണ്ട്. ആവട്ടെ, നന്നായിട്ട് ആ വെളിച്ചെണ്ണയിൽ അങ്ങനെ ഫ്രൈ ആവട്ടെ. ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ചിക്കൻ ചില്ലി, ചിക്കൻ കറി, ചിക്കൻ ചില്ലി. ഏതാ അപ്പൊ തിന്നുക? ആകെ കൺഫ്യൂഷൻ ആയല്ലോ. നോക്കാം, ആലോചിക്കാം. ഓക്കെ ഓക്കെ ഓക്കെ. ചിക്കൻ കറിയിലേക്ക് അമ്മൻ്റെ രഹസ്യ കൂട്ടങ്ങട് ഇട്ട് ഇളക്കുന്നതിൻ്റെ പരിപാടികളാണ് കേട്ടോ ഇവിടെ കാണുന്നത്. ആ ശരി ശരി, സീക്രട്ടൊക്കെ വെളിയിലായി, കുഴപ്പമില്ല അല്ലേ? എല്ലാവരും ഇതുപോലെ ചെയ്യട്ടെ. അതെ, ഭക്ഷണം രുചി എന്നുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്യാനുള്ളതാണല്ലോ അല്ലേ? അതെ. അങ്ങനെ ഫൈനലി നമ്മുടെ ചിക്കൻ ചില്ലി റെഡി ആയിട്ടുണ്ട്. അപ്പൊ ഇത് കൂടെ ഒന്ന് കോരിയെടുക്കാം. അങ്ങനെ തനി നാടൻ ചിക്കൻ ചില്ലി റെഡി. സുധാ മഴമേഘം സ്റ്റൈൽ ചിക്കൻ ചില്ലി ഇവിടെ റെഡി. ആഹാ, സൂപ്പർ ആയിട്ടുണ്ട്, നന്നായിട്ട് ഫ്രൈ ആയിട്ടുണ്ട്, എന്നാൽ അകത്തൊക്കെ വെന്തിട്ടും ഉണ്ട്. ഇതാക്കണ്ടില്ലേ എങ്ങനെയുണ്ട്? അടിപൊളി. അപ്പോൾ ഇതുപോലുള്ള സിമ്പിൾ റെസിപ്പീസ് നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യുന്നു. ഇനി അമ്മൻ്റെ ഒരു ഡയലോഗോടുകൂടി നമ്മുടെ ഈ വീഡിയോ അവസാനിക്കുന്നതാണ്. ഇവിടെ എല്ലാം സിമ്പിളാണ്. അത് കലക്കി. ഓക്കെ, താങ്ക് യു.